വിഷമിക്കോടെ, വല്ല അസുഖം വരും. എടാ ഈ പുതിയ ബുക്കിന്റെ മണമേ അതൊരു പ്രത്യേക ഫീലിംഗാണ്. അനുഭവിക്കാൻ എന്ത് രസമാണെന്നറിയോ. ഇനി ഇത് കിട്ടണമെങ്കിൽ അടുത്ത ജൂൺ ആവണം. പുതിയ ബൈക്കാണോ? എവിടുന്ന്? തോലി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഇരിക്ക്. നമ്മുടെ പണ്ടത്തെ കാലമാടം മത്തായുടെ വിട്ടായിരിക്കും. അപ്പൊ മക്കളെ, എന്റെ പേര് PP സനൽകുമാർ. ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒന്ന് ഊതുവോ? അപ്പൊ ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. അപ്പൊ ആദ്യത്തെ ക്ലാസ് അല്ലേ, ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാവരുടെ പേരൊന്ന് പറഞ്ഞേ. പിന്നെ ഇപ്പൊ പേര് പറഞ്ഞാലേ അങ്ങ് ഓർത്തിരിക്കാൻ പോകും. മോനെ പേര് സാറേ എന്റെ പേര് അഖില്. സാറേ അമ്മൻ. അടുത്താണ് സാറേ പോശേഖരൻ. ചുമ്മാ സാറേ ശേഖരൻ. അതെന്താ പുകശേഖരൻ എന്ന് വിളിക്കുന്നേ? സാറേ ഇവന്റെ അച്ഛനെ പൂപരിശോധന കേന്ദ്രമുണ്ട്, അങ്ങനെ പേര് വീണ. സാറേ ഇവനുണ്ട് കുറ്റപ്പേര്, ഫിൽട്ടർ കുഞ്ഞ്. അതെന്തോ ഫിൽട്ടർ? പണ്ട് ഇവനെ കുളത്തിൽ ചാടിയപ്പോഴേ അരിപ്പ പോലുള്ള ചട്ടി ഇട്ടാ ചാടിയ, അതിന് ശേഷം ഫിൽട്ടർ കുഞ്ഞെന്താ വിളിക്കുന്നത്. സാറേ എന്റെ പേര് അനിയൻ കുഞ്ഞെന്നാ. ആ ഒരൊറ്റ ക്ലാസ്സോടെ സാറ് ക്ലാസ്സിലേക്കല്ല ഞങ്ങളുടെ മനസ്സിലേക്കാണ് കയറി ചെന്നത്. എടീ സനൽകുമാർ എന്ന സാറേ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലായിരുന്നോ? അയ്യോ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒന്നും അല്ല. അല്ല, ഇടയ്ക്ക് നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല? അത് ഇടയ്ക്ക് 1-2 ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാ, പൊളി സാറാ. ആണോ? ഗുഡ് മോർണിംഗ് സാർ. അഖിലേ, സുഖമാണോ? കണ്ടോടാ, സാറിന് എന്റെ പേര് ഓർമ്മയുണ്ട്. അവനെ എന്താ നിക്കുന്നത്? ഇരിക്ക്. ആഹാ, പുകയും ഫിൽറ്ററും എന്താ മിണ്ടായിരിക്കുന്നേ? അഖിലേ, മോനെ എന്താ ഇവിടെ ഇരിക്കുന്നേ? എല്ലാരും ലാബിനകത്തന്നല്ലോ, നീ എന്താ ലാബിൽ പോവാഞ്ഞേ? പാൻറ് വേറെ ആയതുകൊണ്ട് രാജേഷ് സാർ പറഞ്ഞു ലാഭിക്കാറുണ്ട. ഞാൻ ഒന്ന് കാണട്ടെ. സാറേ ഇല്ല, ഒന്ന് എണീറ്റ് ഇനി പറ്റത്തില്ല. ഇത്തവണത്തേക്ക് കയറിക്കോ. ഇനി അങ്ങനെ കാണിച്ചാണ്ടല്ലോ, സാറ് പറഞ്ഞ പോലെ ഞാൻ കേട്ടതില്ല. കേട്ടല്ലോ, കേട്ടാ. എല്ലാരും അസൈൻമെന്റ് വെച്ചിട്ട് നിങ്ങൾ രണ്ടും എന്താ വെക്കാൻ? സാറേ അത് ഒരു കാര്യം ചെയ്യ്, ഇത് അഖിലിന്റെ അസൈൻമെന്റാ. ഇത് നോക്കിയിട്ട് എളുപ്പം എഴുതിക്കൊണ്ടോ. സാറേ നാളെ എഴുതിക്കൊണ്ട് വന്നപ്പോ വേണ്ട, ഇത് ഫ്രീ പീരീഡ് അല്ലേ, 3/4 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ എനിക്ക് എഴുതി കിട്ടണം. എളുപ്പം കൊണ്ടുപോകും. ചെല്ലേ, പെട്ടെന്ന് എഴുതിക്കൊണ്ടോ. പിന്നെ ഇപ്പൊ കൊടുക്കണമെന്ന് പോലും ഞാനങ്ങ് എഴുതുന്നില്ല. അങ്ങനെ അങ്ങനെ പറയാം. എന്തായാലും പെട്ടെന്ന് പോയി അസൈൻമെന്റ് എഴുതിയിട്ട് വരാം. പ്രമോദ് സാറേ, പുതിയ ന്യൂസ് ഒന്നും അറിഞ്ഞില്ലയോ? നമ്മുടെ ആ ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തെ വഴിയിലുണ്ടല്ലോ കുറച്ച് പിള്ളേര് വെള്ളവടിയും വലിയും ഒക്കെ. നാട്ടുകാർ പറയുന്നത് 10 ജിയിലെ പിള്ളേരാന്നാ. എൻ്റെ പിള്ളേർ അങ്ങനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പണി അങ്ങ് സാറേ 50 രൂപ രാവിലെ ഷഫ്റ്റ് കിട്ടുന്നത്. നീ കുറേ നാളുകൊണ്ട് 50 രൂപ കൊണ്ട് തരുന്നു. 50 രൂപ ഉണ്ട്, കൊണ്ട് തരുമൊന്നും വേണ്ട. ഓക്കോ സാറിനറിയാം ഞങ്ങൾ ഈ പൈസ വാങ്ങുന്നത് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാനാണ്. പക്ഷെ എന്നാലും സാറ് സ്ഥിരം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരും. അയ്യേ പേടുത്തോണ്ടോമാര്. അതെ, പേടിയോടൊന്നും അല്ല, സാർ അവിടെ നിൽക്കുന്നുള്ള ബഹുമാനം. സാറെ ബഹുമാനിച്ച സാറ് ഇത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ, പിന്നെന്തിനാ എത്ര കഷ്ടപ്പെട്ട് എക്സ്ട്രാ ക്ലാസ് വെച്ച് പിന്നെയും പഠിപ്പിക്കുന്നേ? സാറിന് നമ്മളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. പഠിക്കും. സാറേ ഭയങ്കര തളർച്ച, വിശന്നിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര തളർച്ച. മതി, മനസ്സിലായി. ഒരു കാര്യം ചെയ്, ഒരാൾ സുധി ബേക്കറി പോയിട്ടേ എല്ലാവരും കൂടെ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് പോവാ. ചെല്ല്, അറിയാലോ നമ്മുടെ പതിവാന്ന് പറഞ്ഞാൽ മതി. ചെല്ല്. എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കാടാ. അഖിൽ പോയിട്ട് വാ.
അടിയാണല്ലോ, ഇപ്പോഴൊന്നും വെളിയിറങ്ങാൻ പറ്റത്തില്ല. എന്റെ പിള്ളേര് അഖിലെന്തേ? ചെറുക്കനെ എവിടെ പോയി? ക്ലാസ് സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നാ നീ? ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. മേലെ ക്ലാസ് സമയത്ത് വെളി ഇറങ്ങി പോയേക്കല് കേറിയിരി. സാറിന്റെ വീട് അല്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ക്ലാസ് ടീച്ചർ അല്ലയോ, എപ്പോൾ വേണേലും വരാമല്ലോ. കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന സാറന്മാര് നമ്മുടെ ഒരു സെക്കൻഡ് പേരന്റ് തന്നെ. സാറ് മോന്റെ കുഞ്ഞിന്റെ പിറന്നാളല്ലേ ഇരുന്നത്? സാറെന്താ ഇവിടെ? പിള്ളേരുടെ ഫെയർവെൽ അല്ലേ, വന്നില്ലേ മോശമാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഈ ഫെയർവെല്ലിന് വന്നത് കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങൾ ഈ ലാസ്റ്റ് തന്നെ സമ്മാനം ഉണ്ടല്ലോ, കൊള്ളാം മക്കളെ. നല്ലതിനും മോശത്തിനും എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പം നമസ്കാരം, ഞാൻ അഖിൽ. അപ്പം ഞാനായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറെന്ന് പേടിച്ച വേദനയുടെ ആഴം. ക്ലാസ് സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നാ നീ? ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. മേലെ ക്ലാസ് സമയത്ത് വെളി ഇറങ്ങി പോയേക്കല് കേറിയിരി. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ ആത്മാർത്ഥതയുടെ ആഴം കൊണ്ട് മാത്രമാണ്. എടാ സി മാർക്ക് നോക്കി, നമുക്ക് അസൈൻമെന്റിന് എല്ലാം ഫുൾ മാർക്ക് ഉണ്ട്. അന്ന് സാർ എഴുതിപ്പിച്ചോണ്ട് കാര്യമായില്ലോടാ. സാറേ നാളെ എഴുതിക്കൊണ്ട് വന്നപ്പോ വേണ്ട, ഇത് ഫ്രീ പീരീഡ് അല്ലേ, 3/4 മണിക്കൂർ സമയമുണ്ട്. അതിനുള്ളിൽ എനിക്ക് എഴുതി കിട്ടണം. എളുപ്പം കൊണ്ടുപോകും. ചെല്ലേ, പെട്ടെന്ന് എഴുതി കൊണ്ടുവാ. ഓരോ കുട്ടികൾക്കും സ്വപ്നം ചിറകടിച്ച് വാനോളം പറക്കാൻ പഠിപ്പിച്ച വിദ്യയുടെ മഹാപീഠം, അതാണ് നമ്മുടെ അധ്യാപകർ. ഈ വീഡിയോ നമ്മളെ നമ്മളാക്കിയ ടീച്ചേഴ്സിന് സമർപ്പിക്കുന്നു.